So we are discussing about strain analysis. So first we defined the different types of strain. What is the definition of strain? And it's the different types. There are two categories: normal strain and shear strain. Normal strain represents the deformation, the change in length, or if the bar is increased its length or if it's reduced, then what is the that deformation, the corresponding deformation is measured with the help of normal strain. And if there is any change in angle initially considered to perpendicular lines, and after the application of the force, if it is changed to if that angle is changed to a new angle, okay, then that deformation is measured with the help of shear strain. Okay, then in today's class we will discuss about the displacement field, and we will do some problems related to this displacement field. Okay, so these are the things we already discussed. Displacement field. Okay, ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാത്തമെറ്റിക്കൽ, നമുക്ക് ഇക്വേഷൻസും നമ്മളെ പാർഷ്യൽ ഡെറിവേറ്റീവ്, ടോട്ടൽ ഡെറിവേറ്റീവ്, അതുപോലത്തെ ഇക്വേഷൻസ്, മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മാത്തമെറ്റിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ട് ഡിഫോർമേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് ഈസ് യൂസ്ഡ് ഫോർ മാത്തമെറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഷേപ്പ് ചേഞ്ച് ഇൻ സോളിഡ്സ്. അതായത് നമ്മളെ ഡീഫോർമേഷനെ മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്കതിനെ എങ്ങനെ മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം ഡീഫോർമേഷൻ, എങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഇക്വേഷൻസും ഫൈനൽ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. സിംപ്ലി ഫീൽഡ് നിങ്ങൾ മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ, ഏത് ടേമിൻ്റെയും ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഒരു ഡയറക്ഷൻ, സ്പേഷ്യൽ ലൊക്കേഷൻ കൊടുക്കുകയാണ്. അതായത് XYZ ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇനി നിങ്ങൾ HM ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിൽ ടെമ്പറേച്ചർ ഫീൽഡ് പഠിക്കും. ടെമ്പറേച്ചർ ഫീൽഡ്, അതേമാതിരി ഫ്ലൂയിഡ് മെക്കാനിക്സിൽ വെലോസിറ്റി ഫീൽഡ് വരുന്നുണ്ട്. ഇതെല്ലാം സെയിം ആണ്. ടെമ്പറേച്ചർ, അതായത് കൺസെപ്റ്റ് സെയിം ആണ്. ടെമ്പറേച്ചർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ നമ്മൾ ഒരു XYZ ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉള്ള ടെമ്പറേച്ചറും ഫിക്സ് ചെയ്തിട്ട് ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ അലോങ് X ഡയറക്ഷൻ, Y ഡയറക്ഷൻ, Z ഡയറക്ഷൻ, അങ്ങനെ വേരി ചെയ്യുന്ന എക്സ്പ്രഷനെയാണ് ടെമ്പറേച്ചർ ഫീൽഡ് എന്ന് പറയുന്നത്. അതേമാതിരി വെലോസിറ്റി ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റീനെ XYZ കോർഡിനേറ്റ്സ് ആയിട്ട്, റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ XYZ കോർഡിനേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് വെലോസിറ്റി ഫീൽഡ് എന്ന് പറയുന്നത്. സിമിലർലി ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ടെമ്പറേച്ചർ, വെലോസിറ്റി എക്സെട്ര വി വിൽ യൂസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ടേമിനെ നമ്മൾ ഒരു XYZ കോർഡിനേറ്റ്സ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കൂടുതൽ വെറി ആവേണ്ട കാര്യമൊന്നുമില്ല. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ 3 ഡയറക്ഷൻ, XYZ ഡയറക്ഷൻ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, so field represents variation of any property in spatial location. നമ്മൾ XY spatial location means XYZ coordinates. അതിനെ വെച്ചിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടീൻ്റെ വേരിയേഷൻ കാണിക്കുകയാണെങ്കിൽ, ടെമ്പറേച്ചറിന് X ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടായി, Y ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടായി, Z ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടായി വിത്ത് റെസ്പെക്ട് ടു എ പോയിന്റ്. ഒരു പോയിന്റിൽ ഒരു P എന്നുള്ളൊരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് X ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എത്ര ചേഞ്ച് ഉണ്ടായി, Y ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എത്ര ചേഞ്ച് ഉണ്ടായി, Z ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എത്ര ചേഞ്ച് ഉണ്ടായി, അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിന് നമുക്കൊരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡിന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ കൺസിഡർ ചെയ്തു. ഫിഗർ റെപ്രസെൻറ്റ്സ് എ സോളിഡ് ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് സം എക്സ്റ്റേണൽ ബോഡ്സ്. ഈ സോളിഡ് ലൈനിൽ കാണിച്ചതാണ് ഇനീഷ്യൽ ഷേപ്പ് ഓഫ് ദ ബോഡി.
അതിൻ്റെ ആ ഷേപ്പിൻ്റെ ആ ബോഡീൻ്റെ മുകളിൽ കുറച്ച് എക്സ്റ്റേണൽ ലോഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ്. കംപ്രസീവ് ലോഡ്, ഇത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഇവിടെ F3 എന്ന് പറഞ്ഞ വേറൊരു ലോഡ് ഉണ്ട്. F1, F3, P എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ബിക്കോസ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ദിസ് load, because of this external load, the shape or the position of the body, the shape is deformed into this dotted line. Okay, the body is deformed, the deformed shape is represented by this dotted line. അപ്പോൾ ഇതാണ് after deformation. ഈ solid line represents before deformation. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു, കുറേ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്റ്റേറ്റ് മാറി, ഒരു ആഫ്റ്റർ ഡിഫോർമേഷൻ ഈ ഒരു പൊസിഷനിലേക്ക് മാറി. സോ ഇതിൽ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. കൺസിഡർ എ പോയിന്റ് ഇൻസൈഡ് ദ ബോഡി. പി ഈസ് ദ പോയിന്റ്. ഒരു ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡിഫോർമേഷന് മുമ്പുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒബ്ജക്റ്റിലുള്ള സോളിഡ് ഒബ്ജക്റ്റിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഇനി ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ഡിഫോർമേഷൻ സംഭവിച്ചു. ഈ പി എന്നുള്ള പോയിന്റ് പി ഡാഷിലേക്ക് ഷിഫ്റ്റ് ആയി. Okay, because of the deformation or because of the effect of the external load, the point P is shifted towards P dash or displaced to P dash. Okay, P എന്നുള്ള പോയിന്റ് നിന്ന് P dash ആയി. P എന്ന് പറഞ്ഞാൽ ബിഫോർ ഡിഫോർമേഷനുള്ള പോയിന്റ് ആണ്. അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. P എന്നുള്ള പോയിന്റ് ഡിഫോമബിൾ ഒബ്ജക്റ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് P എന്നുള്ള പോയിന്റിന്റെ പൊസിഷൻ മാറി. ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഓർ ഇറ്റ്സ് മൂവ്ഡ് ടുവേർഡ്സ് പോയിന്റ് P dash, ഷിഫ്റ്റഡ് ടു P dash. P ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ ഇതേപോലെ ഈ ഇനീഷ്യലി ഈ പോയിന്റിലെ എല്ലാ പോയിന്റും ഇനീഷ്യൽ ഒബ്ജക്റ്റിൽ ഏതൊക്കെ പോയിന്റ് ഉണ്ടോ അതൊക്കെ പുതിയൊരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫിഗർ റെപ്രസെൻറ്റ്സ് എ സോളിഡ് ബോഡി അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. എവരി പോയിന്റ് വിത്തിൻ ദ ബോഡി മൂവ്സ് ആസ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ഓർ ഡിസ്പ്ലേസ്ഡ് ആസ് ദ ലോഡ് ഈസ് അപ്ലൈഡ്. മൂവ്സ് എന്നുള്ളത് നമ്മളൊന്നും കൂടി ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ്, പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ ടു എ ന്യൂ പൊസിഷൻ. ഈ ഒബ്ജക്റ്റിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന പോയിന്റ്സ് ഒക്കെ പുതിയൊരു പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ആയി. അതുകൊണ്ടാണ് അതിന് ഡിഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഡ്യൂ ടു ഡിഫോർമേഷൻ. അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റും കൺസിഡർ ചെയ്യുന്ന പകരം നമ്മൾ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പോയിന്റ് ഐഡന്റിഫൈ ചെയ്തു. ഡ്യൂ ടു ഡിഫോർമേഷൻ ദ പോയിന്റ് പി ഈസ് ഡിസ്പ്ലേസ്ഡ് ടു പി ഡാഷ്. ഓൾറെഡി പറഞ്ഞു പി ആണ് ഇനീഷ്യൽ പൊസിഷൻ, അതിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് പി ഡാഷിലെത്തി. ദെൻ ദ വെക്ടർ സെഗ്മെന്റ് പി ഡാഷ് ഈസ് കോൾഡ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ യു. ദെൻ ഇപ്പം നമ്മളെ കയ്യിൽ പി എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്തപ്പം പി ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആയി. ദെൻ ഈ പി ടു പി ഡാഷ് എന്നുള്ള ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ്, ദിസ് വെക്ടർ ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ദ വെക്ടർ പി ഡാഷ് ഈസ് നോൺ ആസ്, എത്രയാണോ ഡിസ്പ്ലേസ് ചെയ്തത് അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ദെൻ ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ വാല്യൂ ഇത് ഇവിടുത്തെ ഈ പി എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ പി, സപ്പോസ് പി, ദ കോർഡിനേറ്റ്സ് ഓഫ് പി ഈസ് എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് ആണ് കോർഡിനേറ്റ് എങ്കിൽ ആ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യു ഡാഷ് ഉണ്ടാവുക. ഓക്കെ, യു ഉണ്ടാവുക. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ യു എന്നുള്ളത് ഈ പോയിന്റ് സ്പേഷ്യൽ കോർഡിനേറ്റ്സിനെ എക്സ് വൈ സെഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ നമുക്ക് യു എന്നുള്ള ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ ഈ എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റിലെ എല്ലാ പോയിന്റിൻ്റെയും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഫൈനൽ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫൈനൽ ഡിഫോർമേഷൻ എക്സാക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ ഫോർ എ 2-dimensional കേസ് നമുക്ക് ഈ യുവിൻ്റെ വാല്യൂവിനെ എങ്ങനെ എഴുതാം? യു ക്യാൻ ബി റിട്ടൺ ആസ് യു എക്സ് ഐ പ്ലസ് യു ബൈ ജെ. ഡിസ്പ്ലേസ്മെന്റിനെ വെക്ടർ ഫോർമാറ്റിൽ എഴുതി. ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ് എക്സ് ഡയറക്ഷൻ, ഐ റെപ്രസെൻറ്റ്സ് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ഡയറക്ഷൻ, ജെ റെപ്രസെൻറ്റ് യൂണിറ്റ് വെക്ടർ അലോങ് ജെ ഡയറക്ഷൻ. അപ്പോൾ ഇതിനൊരു ഡയറക്ഷൻ കൊടുത്തു. ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷൻ വെച്ചിട്ട് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സിൽ റെപ്രസെൻറ്റ് ചെയ്തു. സോ അതിനെ നമ്മൾ പേരിട്ട് വിളിക്കും ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡ്. ദെൻ this ux alone is a function of x and y and uy is a function of x and y. ഈ ux എന്നുള്ള വാല്യൂ എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ uy എന്നുള്ള വാല്യൂം എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, രണ്ടും
എക്സിനും വൈയിലും വേരിയേഷൻ ഉണ്ട്. എക്സ് ഡയറക്ഷനിലും യു എക്സ് എന്നുള്ള ടേമിന് എക്സ് ഡയറക്ഷനിൽ വേരിയേഷൻ ഉണ്ട്. അതേപോലെ യു വൈ എന്നുള്ള ടേമിനും യു എക്സ് എന്നുള്ള ടേമിന് എക്സ് ഡയറക്ഷനിൽ വേരിയേഷൻ ഉണ്ട്. അതേപോലെ യു എക്സിന് വൈ ഡയറക്ഷനിലും ചേഞ്ച് ഉണ്ടാവും. അതേപോലെ യു വൈക്കും എക്സ് ഡയറക്ഷനിലും വേരിയേഷൻ ഉണ്ട്, വൈ ഡയറക്ഷനിലും വേരിയേഷൻ ഉണ്ട്. സോ രണ്ട് കോർഡിനേറ്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ this u can be represented in നമ്മൾ ടു ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ട് ഇതിന് രണ്ട് കമ്പോണൻസ് ആക്കാം, യു എക്സ് ആൻഡ് യു വൈ. യു എക്സ് എന്നുള്ള യു വൈ എന്ന് പറഞ്ഞ രണ്ട് കോമ്പണൻസ് ആക്കാം. സോ യു ക്യാൻ ബി റിട്ടൺ ആസ് u is equal to uxi plus uyj, where ux is the x component of the displacement vector u and uy is the y component of the displacement vector u. Okay, where ux itself is a function of x and y, x നെയും y നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, and uy is itself is a function of x and y. Okay, അപ്പോൾ ഈ ഒരു പോയിന്റ്, ഈ സംഭവം ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ടു ഡയമെൻഷണൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ്, ഇതിൻ്റെ ഒരു സോളിഡ് ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള കുറേ പാർട്ടിക്കിൾസ് ആണെന്ന് വെച്ചു. ഈ കാണിച്ചിട്ടുള്ള ഈ ഡോട്ട് കാണിച്ചിട്ടുള്ളത് കുറേ പാർട്ടിക്കിൾസ് ആണ്. വേർ ദിസ് റെഡ് ലൈൻ, ഈ റെഡ് കാണിച്ചിട്ടുള്ളത് ബിഫോർ ഡിഫോർമേഷൻ, അതിൽ ലോഡൊന്നും ആക്ട് ചെയ്തിട്ടില്ല, അപ്പോഴുള്ള പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ്. ഒരു ഒബ്ജക്റ്റ്, സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു പർട്ടിക്കുലർ എലമെൻ്റ് എടുത്ത് ആ എലമെൻറ്റിലെ പാർട്ടിക്കിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ദിസ് റെഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ബിഫോർ ഡിഫോർമേഷൻ, ആൻഡ് ദിസ് ഗ്രീൻ ലൈൻ, green dot represents the position of the particle after deformation. Okay, ഇതിൽ ലോഡ് അപ്ലൈ ചെയ്തപ്പം ഈ റെഡ് പോയിന്റ്സ് ഒക്കെ ഗ്രീൻ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആയി. ഓക്കെ, നമ്മളൊരു ടു ഡയമെൻഷണൽ കേസാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ത്രീ ഡയമെൻഷണൽ കേസിലും വരിക. സോ ഇത്രയേ പറഞ്ഞുള്ളൂ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ നമ്മളൊരു സ്മോൾ എലമെൻറ്റ് കൺസിഡർ ചെയ്തു, ആ എലമെൻറ്റിലെ എല്ലാ പാർട്ടിക്കിൾസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലെങ്കിൽ മാർക്ക് ചെയ്തു. ദെൻ ദിസ് റെഡ് ഡോട്ട് റെപ്രസെൻറ്റ്സ് the position of the particle before deformation. Then we applied some load. Then because of the effect of the load, each and every point is shifted to a new position. Then this green dot represents the final position or the position after deformation. Okay, ഇനി നമ്മൾ ചൂസ് ചെയ്ത ആക്സിസ് ഇതാണ്. ഈ ഡയറക്ഷനാണ് എക്സ് ആക്സിസ്, ഈ ഡയറക്ഷനാണ് വൈ ആക്സിസ്. നൗ ഞാൻ യു എക്സ് എന്നുള്ള ടേം കൺസിഡർ ചെയ്യാണ്. യു എക്സ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് എലോങ് എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കുകയാണ്. അപ്പോൾ ഞാനിതിൽ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈനിലുള്ള പോയിൻ്റാണ് ഷിഫ്റ്റ് കൺസിഡർ ചെയ്ത് വെച്ചു. ഓക്കെ, സോ ഈ ഫസ്റ്റ് പോയിൻ്റ് മെഷർ ചെയ്യുമ്പം ഫസ്റ്റ് പോയിന്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി ഈ റെഡ് ആയിരുന്നു പൊസിഷൻ, അതിന് ഇത്രയും ഒരു യു എക്സ് ഉണ്ടായി, ഈ ഒരു എമൗണ്ട് യു എക്സ് വാല്യൂ ഉണ്ടായി, ഇത്രയും പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഞാൻ ഈ എക്സ് ഡയറക്ഷനിൽ പോകുന്നതിനനുസരിച്ച് ഇവിടെ സെക്കൻഡ് പോയിന്റിൽ യു എക്സിൻ്റെ വാല്യൂ കുറച്ചും കൂടി ഇൻക്രീസ് ആയി, ദെൻ ഇവിടെ കുറച്ചും കൂടി ഇൻക്രീസ് ആയി. അങ്ങനെ ഈ യു എക്സിൻ്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് യു എക്സ് ഈസ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു ദ എക്സ് കോർഡിനേറ്റ് ഓർ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷൻ അനുസരിച്ച് യു എക്സിൻ്റെ വാല്യൂ മാറുന്നുണ്ട്. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് യു എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഡയറക്ഷൻ. ഈ ഒരു ഡയറക്ഷനിൽ എടുക്കുകയാണ് ഞാൻ. ഇത് ആർബിട്രലി ഒരു ആക്സിസ് അല്ലെങ്കിൽ ഒരു ലൈൻ എടുത്തു എന്നേ ഉള്ളൂ. എല്ലാ ലൈനിലും ഇതേപോലെ തന്നെയാണ്. സോ ഈ ലൈനിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾമോസ്റ്റ് സീറോ ആണ്, രണ്ടും ഏകദേശം കോയിൻസൈഡിങ് ആണ്. പിന്നെ കുറച്ച് ഈ ഒരു ഡയറക്ഷനിൽ കുറച്ച് യു എക്സ് വന്നു, ദെൻ യു എക്സ് കുറച്ചും കൂടി കൂടി, ഇവിടെയും കുറച്ചും കൂടി കൂടി, ദെൻ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു, കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു, അങ്ങനെ പോയി. സോ യു എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, അതായത് എക്സ് ഡയറക്ഷൻ, എക്സ് മാറുന്നതിനനുസരിച്ച് ഈ വാല്യൂ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് യു എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് യു എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. സിമിലർലി ഞാനൊരു വൈ ഡയറക്ഷൻ ഫിക്സ് ചെയ്യാം. ഞാൻ ഈ ഒരു വൈ ആക്സിസ്, ഈ ഒരു ആക്സിസ് ഫിക്സ് ചെയ്തെന്ന് വെച്ചു, ഏതെങ്കിലും ഒരു ആക്സിസ് വൈ ഡയറക്ഷൻ ഫിക്സ് ചെയ്തു. ഈ ഒരു ആക്സിസ് ആണ് ഞാൻ
നോക്കുന്നത്. ഈ ആക്സിസിലെ പോയിന്റ്സ് ആണ്, പാർട്ടിക്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, ഇവിടെ യു എക്സ് ഓൾമോസ്റ്റ് കോയിൻസൈഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു സ്മോൾ വാല്യൂ ആണുള്ളത്. സെക്കൻഡ് ലൈനിൽ വരുമ്പോൾ യു എക്സ് കുറച്ചും കൂടി മേലോട്ട് അപ്വേർഡ് വൈ ഡയറക്ഷനാണ് നോക്കുന്നത്. സെക്കൻഡ് ഡയറക്ഷനിൽ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു. തേർഡ് ഡയറക്ഷനിൽ ദ യു എക്സ് വാല്യൂ ഇസ് ഇൻക്രീസ്ഡ് ലിറ്റിൽ ബിറ്റ് മോർ ദാൻ ഇൻ ഫോർത്ത്. ഇവിടെ എത്തുമ്പം കുറച്ചും കൂടി യു എക്സ് കൂടി. ഫൈനലി ദ വാല്യൂ ഓഫ് യു എക്സ് ഇത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് യു എക്സ് ഈസ് ചേഞ്ചിങ് ഇൻ വൈ ഡയറക്ഷൻ ഓൾസോ. യു എക്സിൻ്റെ വാല്യൂ വൈ ഡയറക്ഷനിലും മാറുന്നുണ്ട് അല്ലേ. നമ്മൾ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ വൈ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ആ വൈ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് യു എക്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് യു എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ബോത്ത് ഈ എക്സ് ഡയറക്ഷനെയും വൈ ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ യു എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സിമിലർലി നമുക്കൊരു യു വൈ കോമ്പണൻറ്റ് നോക്കാം. സപ്പോസ് ഇവിടെ ഒരു എക്സ് ലൈൻ എടുത്തു എന്ന് വിചാരിച്ചു. ഇത് ഫുൾ കൺജസ്റ്റഡ് ആയി. ഫസ്റ്റ് ഈ ഒരു ലൈൻ എക്സ് ഡയറക്ഷൻ എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് യു വൈ. ഇവിടെയുള്ള ഫസ്റ്റ് പോയിന്റിൻ്റെ യു വൈ, സെക്കൻഡ് പോയിന്റിൻ്റെ യു വൈ ഇതാണ്, തേർഡ് പോയിന്റ് ഇതാണ്, ഫോർത്ത് പോയിന്റിൻ്റെ യു വൈ ഇതാണ്. സോ സിമിലർലി യു വൈ ഈസ് ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സ് ഡയറക്ഷൻ. ദെൻ വൈ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ വൈ ഡയറക്ഷനിലും എക്സിൽ യു എക്സിനെ പോലെ തന്നെ യു വൈയും വൈ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് യു എക്സ്, ബോത്ത് യു എക്സ്, ദ എക്സ് കമ്പോണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ആൻഡ് ദ വൈ കോമ്പണൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് യു വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് 3 ഡയമെൻഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എക്സും വൈയും മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. സപ്പോസ് വി ആർ കൺസിഡറിങ് ദ സെഡ് കോർഡിനേറ്റ് ഓൾസോ. സോ വി ക്യാൻ സേ ദാറ്റ് similarly we can prove that ux is a function of the value of ux is depending upon x, y and z coordinate, and uy is also a function of x, y, z, and uz is also a function of x, y, z. So ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ഒരു പോയിന്റ്, ഒരു പി എന്നുള്ള പോയിന്റിൽ നിന്ന് ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായാൽ ഇതിനെ നമുക്ക് 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാം. ഈ യു എക്സിനെ വെക്ടറിൽ 3 പാർട്ടാക്കി റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഓരോ പാർട്ടും, ഈ 3 പാർട്ടിലെ ഓരോ പാർട്ടും എക്സ് വൈ സെഡിനെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സ് ഡയറക്ഷൻ, എക്സ് മീൻസ് എക്സ് ഡയറക്ഷൻ, വൈ മീൻസ് വൈ ഡയറക്ഷൻ ആൻഡ് സെഡ് മീൻസ് സെഡ് ഡയറക്ഷൻ. സോ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ux, the displacement vector q can be represented as uxi plus uyj in vectorial notation, and the each and every component ux is a function of x and y, and uy is also a function of x and y. ux അതിൻ്റെ മീനിങ് the x ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ux മാറും, അതേപോലെ y ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ചും ux മാറും. സിമിലർലി uy is also x ഡയറക്ഷനിലും ചേഞ്ച് ആവും, uy-ക്ക് x ഡയറക്ഷനിലും ചേഞ്ച് ഉണ്ടാവും, y ഡയറക്ഷനിലും ചേഞ്ച് ഉണ്ടാവും. അതേമാതിരി നമ്മൾ 3 ഡയമെൻഷനിൽ പറയുകയാണെങ്കിൽ യു എക്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. യു എക്സ് മീൻസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ, യു മീൻസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് യു എക്സ് ഐ പ്ലസ് യു വൈ ജെ പ്ലസ് യു സെഡ് കെ. ഇവിടെ ബോൾഡാക്കി കാണിച്ചിട്ടുള്ളത് അതിൻ്റെ വെക്ടർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക യു എക്സ് വെക്ടർ. സോ ദെൻ ദ ഈച്ച് കമ്പോണൻറ്റ് യു എക്സ് is a function of x direction, y direction and z direction. uy is a function of x direction, y direction and z direction, and uz is a function of x direction, y direction and z direction. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഓർമ്മിച്ച് വെക്കുക. ഇത് നെക്സ്റ്റ് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അവിടെ ആ കൺസെപ്റ്റ് ക്ലിയർ ആവണമെങ്കിൽ ഈ ഒരു പോയിന്റ് അറിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഗ്രിഡ് ഷേപ്പ്, ഒരു ഗ്രാഫിക്കൽ ഗ്രിഡൊക്കെ വരച്ചിട്ട് പാർട്ടിക്കിൾ കാണിച്ചിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ഇത് സമ്മറി. ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ യു എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സ്, വൈ ആൻഡ് സെഡ് ഈ ഒരു പോയിന്റിലുള്ളതാണ്, പോയിന്റ് പിയിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ്, വൈ, സെഡ് കോർഡിനേറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിനെ ഒരു വെക്ടറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യലി ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിയിലെ ഓരോ പോയിന്റ്, ഈച്ച് ആൻഡ് എവരി പോയിന്റ്
അതിൻ്റെ ഓരോ പോയിന്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ എക്സാക്ട്ലി കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിഫോർമേഷൻ, അല്ലെങ്കിൽ ആ എന്താണ് അതിന് എത്രയാണ് ഏത് പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ് ഷിഫ്റ്റ് ആയതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡിൻ്റെ കൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 പ്രോബ്ലം ചെയ്തു നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് LS ശ്രീനാഥിൽ സോൾവ്ഡ് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. റെഫർ ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ മതി. So first question, the displacement field for a body is given by u is equal to x square plus y I plus 3 plus zj plus x square plus 2yk. അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷൻ. ഇതിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് ഉള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് വാരി ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫോംഡ് പൊസിഷൻ ഓഫ് എ പോയിന്റ് ഒറിജിനലി അറ്റ് 312. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, അതിൽ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പോയിന്റ്, സപ്പോസ് ദ പോയിന്റ് പി എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് 3, 1, -2 ആണ്. നമ്മളൊരു ആക്സിസ് വെച്ചിട്ട്, ആക്സിസ് XYZ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ x, suppose the location of P is 3, 1, -2. Then you have to calculate after deformation. ഈ ബോഡി ഡിഫോം ആയതിനു ശേഷം ഈ പോയിന്റ് P എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് പോയിന്റ് P ആണ് നിങ്ങളോട് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ ലോഡൊക്കെ അപ്ലൈ ചെയ്തു, ഈ ബോഡി ചിലപ്പോൾ ഇങ്ങോട്ട് മാറി മരിച്ചു. സോ P എന്നുള്ള പോയിന്റ് പുതിയൊരു P ഡാഷിലേക്ക് എത്തും. ആ P ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് എന്താണ്, വൈ കോർഡിനേറ്റ് എന്താണ്, സെഡ് കോർഡിനേറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സോ P ഡാഷിൻ്റെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ Pൻ്റെ കോർഡിനേറ്റ് പ്ലസ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ u, ഇപ്പോൾ Pൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആയതുകൊണ്ട് ഞാൻ UP എന്ന് വിളിച്ചു. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കൊണ്ട് ആഡ് ചെയ്താൽ മതി. ഈ കോർഡിനേറ്റിനെ UP കൊണ്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ കോർഡിനേറ്റ്സ് കിട്ടും, അല്ലെങ്കിൽ ഈ പൊസിഷൻ കിട്ടും. അല്ല, ഈ പോയിന്റിൽ നിന്ന് XYZ എന്നുള്ള പൊസിഷനിൽ നിന്ന് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കൊണ്ട് ആഡ് ചെയ്യാം. നമ്മൾ ബേസിക് വെക്ടർ അഡീഷൻ, അല്ലെങ്കിൽ മാത്സിൽ പഠിച്ച, ഫിസിക്സിലൊക്കെ പഠിച്ച വെക്ടർ കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ പോയിന്റ് Pനെ നമുക്ക് Pയും P ഡാഷും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ P പ്ലസ് UP ചെയ്താൽ മതി, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ചെയ്താൽ മതി. സോ ഫസ്റ്റ് യു ഹാവ് ടു കാൽക്കുലേറ്റ് UP എന്താണെന്ന് കണ്ടുപിടിക്കണം. പൊസിഷൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ അറ്റ് പോയിന്റ് P. ഈ പോയിന്റ് Pയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? യുവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇതാണ് യുവിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷൻ. ആ ഇക്വേഷനിൽ ഈ 3 പോയിന്റ്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് എക്സ്, നമുക്ക് അറിയുന്നതായിരിക്കും, വൈ ആൻഡ് സെഡ് കോർഡിനേറ്റ്. ഈ കോർഡിനേറ്റ് XYZ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു പോയിന്റ് P, or ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ അറ്റ് പോയിന്റ് P. പോയിന്റ് Pയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടും. ദെൻ ഈ P ഡാഷിൻ്റെ ലൊക്കേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Pൻ്റെ ലൊക്കേഷൻ പ്ലസ് Pൻ്റെ കോർഡിനേറ്റ് പ്ലസ് UP ചെയ്ത് കഴിഞ്ഞാൽ P ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടും. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നമുക്ക് മനസ്സിലാവും. വായിച്ചു നോക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് ഫോർ എ ബോഡി ഈസ് ഗിവൺ ബൈ u is equal to x square plus y I plus 3 plus zj plus x square plus 2yk. Then what is the displacement 312? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് the displacement vector u at point P, ഇതാണ് P, 3, 1, -2, അതായത് UP. ഞാൻ നേരത്തെ ഡിനോട്ട് ചെയ്ത UP is equal to എക്സിന് 3 എന്ന് കൊടുക്കുക, 3 square plus y is 1 I plus x3, അല്ല ഇവിടെ 3 ആണ്, 3 plus z, 3 z -2 ആണ്. സോ 3 - zj എന്ന് വരും. ദെൻ x square plus 2y, x square എന്ന് പറഞ്ഞാൽ 3 square, y എന്ന് പറഞ്ഞാൽ y മീൻസ് 1 ആണ്. സോ 3 square plus 2y, 2 എന്നുള്ളത് വരും, k എന്ന് വരും. സോ ദ പൊസിഷൻ വെക്ടർ കറസ്പോണ്ടിങ് ടു പോയിന്റ് P, or the position vector at point P is 10i plus j plus 11k എന്ന് കിട്ടും. ഓക്കെ,
നൗ ഇപ്പം യു പി കിട്ടി. ഇനി നമുക്ക് പി ഡാഷ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് വെക്ടർ വെച്ചിട്ട് വെക്ടർ റെപ്രസെൻറ്റേഷൻ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ, എന്നാലും ഒന്ന് വെക്ടർ വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ പൊസിഷൻ വെക്ടർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ സപ്പോസ് ഇതാണ് പി 3 1 -2, ദെൻ ഈ ഒറിജിനും ഈ പിയും ഈ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലൈനെയാണ് പൊസിഷൻ വെക്ടർ ഓഫ് പി എന്ന് പറയാം. നമ്മൾ സാധാരണ ആർ പി എന്നാണ് വിളിക്കുക. ഒറിജിനും പോയിന്റും കണക്ട് ചെയ്യുന്ന ലൈനെയാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആർ പി. നൗ സപ്പോസ് പി ഷിഫ്റ്റഡ്, ദ ബോഡി ഈസ് ഡിഫോംഡ് ടു എ ന്യൂ പൊസിഷൻ. സപ്പോസ് ഈ ഗ്രീൻ ഷേപ്പാണ് ഡിഫോംഡ് ഷേപ്പ് എന്ന് വിളിച്ചു. ഈ പോയിന്റ് പി ഇവിടെ എത്തി. കുറച്ച് എൻലാർജ് ചെയ്ത് വരച്ചതാണ്. നൗ സപ്പോസ് ഇതാണ് പോയിന്റ്. This vector represents the position vector of p dash. It is denoted as rp dash. Okay, rp dash ആണ് പൊസിഷൻ വെക്ടർ. ദെൻ ഈ യു പി ആണ് പിയും പി ഡാഷും. പിന്ന് ഈ ഇതിലേക്കുള്ള ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് യു പി എന്നുള്ള ലൈനാണ്. സോ നമ്മളെ കയ്യിൽ ഒരു ഒന്നുകൂടി മാറ്റി വരച്ച ആർ പി ഉണ്ട്, ആർ പി വെക്ടർ, ദെൻ യു പി, then rp dash. So from this triangle, vector triangle, rp dash is equal to rp plus up ആണ്. ഇത് പ്ലസ് ഇത് ചെയ്താൽ rp dash കിട്ടും. സോ ഫസ്റ്റ് rp എന്താണെന്ന് നോക്കാം. ദ പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് p, അതായത് ഇത് 0, ഒറിജിൻ 0 ആണ്. സോ ഇതിൻ്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ 3i plus j minus 2k ആണ്. സോ ദിസ് ഈസ് rp. ദെൻ പൊസിഷൻ വെക്ടർ ഓഫ് r dash അല്ലെങ്കിൽ ആർ പി ഡാഷ്. ആർ പി ഡാഷ് ഈസ് ആർ പ്ലസ് യു. ഇത് പ്ലസ് ഇതാണ്. സോ ആർ പ്ലസ് യു എന്ന് പറഞ്ഞാൽ ആർ 3i പ്ലസ് ജെ പ്ലസ് മൈനസ് 2k ആണ്, പ്ലസ് യു എന്ന് പറഞ്ഞാൽ 10i പ്ലസ് ജെ പ്ലസ് 11k. ഇതും കൂടി ആഡ് ചെയ്യാം, ആറും യു പിയും. ദെൻ യു വിൽ ഗെറ്റ് ആർ ഡാഷ്, പൊസിഷൻ വെക്ടർ ഓഫ് ആർ ഡാഷ്. ആർ ഡാഷിന് കിട്ടി. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 13 2 9. Okay, so the coordinates of the coordinates of point P അല്ലെങ്കിൽ the position vector corresponding to r dash is 13i plus 2j plus 9k, അല്ലെങ്കിൽ the coordinates of p dash. p dashൻ്റെ coordinates എന്ന് പറഞ്ഞാൽ 13 2 9 ആണ്. സിമ്പിൾ ആണ്. ജസ്റ്റ് വെക്ടറിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ എപ്പോഴും ഇത്രയും ആലോചിക്കുക, യു പി എന്നുള്ളത് ഈ ഓരോ പോയിന്റ് പി എന്നാണ് നമ്മൾ പിയിലെ പോയിന്റിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ യു ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ വാല്യൂ ഇവിടുത്തെ കോർഡിനേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ 3 1 2നെ ഡിപ്പെൻഡ് ചെയ്യും. സോ നമുക്ക് പുതിയൊരു പൊസിഷൻ കാണണമെങ്കിൽ ആർ പി പ്ലസ് യു പി വിൽ ഗിവ് ആർ പി ഡാഷ്. ഓക്കെ, നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കാം. ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അഗെയിൻ ദിസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം യു ആണ് തന്നിട്ടുള്ളത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് സെയിം ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 പോയിന്റ്സ്, ഇതിൽ നേരത്തെ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്തതിന് വരെ ഇവിടെ 2 പോയിന്റ് തന്നിട്ടുണ്ട്. 2 points P and Q in the undeformed body have coordinates 0 0 1 and 2 0 -1. ഓക്കെ, 2 പോയിന്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് ഫോർ എ ബോഡി ഈസ് ഗിവൺ ബൈ u is equal to നേരത്തെ അതേ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ്. ദെൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് പി ആൻഡ് ക്യൂ ആഫ്റ്റർ ഡിഫോർമേഷൻ, അതായത് പി ഡാഷ് ക്യൂ ഡാഷ് എന്നുള്ള ഡിസ്റ്റൻസ് കാണണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആണ് പി ഡാഷും ക്യൂ ഡാഷും തമ്മിലുള്ള ആഫ്റ്റർ ഡിഫോർമേഷൻ ആയതുകൊണ്ടാണ് പി ഡാഷ് ക്യൂ ഡാഷ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഗെയിൻ സെയിം കൺസെപ്റ്റ്. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൽ 2 പോയിന്റ് നമുക്കറിയില്ല, ഞാൻ റഫായിട്ട് ഇപ്പോൾ 2 പോയിന്റ് എടുത്തു. കോർഡിനേറ്റ്സ് നമുക്ക് നോക്കിയിട്ടൊന്നുമില്ല, കോർഡിനേറ്റ്സ് നോക്കിയിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക്. 2 ഡയമെൻഷണൽ കേസാണ്, എക്സ് അതെ 3 ഡയമെൻഷണൽ, എക്സ് വൈ സെഡും വരുന്നുണ്ട്. സോ എക്സ് വൈ സെഡ്. ദെൻ ഇതിൽ ലോഡോ എന്തോ എക്സ്റ്റേണൽ ലോഡ് വന്നു, അല്ലെങ്കിൽ അതിന് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായി. ബിക്കോസ് ഓഫ് ദാറ്റ് ഈ ബോഡി പുതിയൊരു പൊസിഷനിലേക്ക് ഡിഫോമായി, പുതിയൊരു ഷേപ്പിലേക്ക് മാറി. സോ പി എന്നുള്ള പോയിന്റ്
പി ഡാഷ് ആയിട്ട് മാറി, ക്യൂ എന്നുള്ള പോയിന്റ് ഒരു ക്യൂ ഡാഷും ആയിട്ട് മാറി. പി ഷിഫ്റ്റഡ് ടുവേർഡ്സ് പി ഡാഷ്, ക്യൂ ഈസ് ഷിഫ്റ്റഡ് ടു എ ന്യൂ പൊസിഷൻ ക്യൂ ഡാഷ്. ഇതാണ് യു പി, ഇതാണ് യു ക്യൂ. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. പിയും ക്യൂവും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. സെയിം കൺസെപ്റ്റ്. ഇവിടെ ഒന്നിന് പകരം 2 പോയിന്റ് എന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ മതി? പി യു തന്നിട്ടുണ്ട്, യുവിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് പൊസിഷൻ വെക്ടർ ഓഫ് യു പി കണ്ടുപിടിക്കാം. കഴിഞ്ഞ അതേ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ ഈ കോർഡിനേറ്റ് സിസ്റ്റം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു പി കിട്ടും. അതേപോലെ യു പി കിട്ടിക്കഴിഞ്ഞാൽ പി ഡാഷ്, പൊസിഷൻ വെക്ടർ ഓഫ് പി ഡാഷ്, പി ഡാഷിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ ഈ പി കോർഡിനേറ്റ് ഇത് പ്ലസ് ആണെങ്കിൽ പൊസിഷൻ വെക്ടർ ഫോർമാറ്റിൽ എഴുതിയാൽ ആർ പി ഈസ് ഈക്വൽ ടു ആർ പി ഡാഷ് ഈസ് ഈക്വൽ ടു ആർ പി പ്ലസ് യു പി. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ. ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദിസ് യു ക്യൂ, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിന്റ് ക്യൂ. എന്ത് ചെയ്താൽ മതി? ഈ യുവിൻ്റെ ഇക്വേഷൻ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് കോർഡിനേറ്റ് വാല്യൂസ്. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂവിൻ്റെ കോർഡിനേറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു ക്യൂ, കറസ്പോണ്ടിങ് അറ്റ് പോയിന്റ് ക്യൂ. പോയിന്റ് ക്യൂവിലെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കിട്ടും. സോ യു ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ആർ ക്യൂ ഡാഷ്. ആർ ക്യൂ ഡാഷ് കണ്ടുപിടിക്കാൻ പറ്റും. ആർ ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു അഗെയിൻ ഇതേ എക്സ്പ്രഷൻ ആർ ക്യൂ വെക്ടർ ആർ ക്യൂ പ്ലസ് യു ക്യൂ. യു ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആർ ക്യൂ ഡാഷ് കിട്ടി. സോ 2 പോയിന്റ്സ്, ഒരു പോയിന്റിൻ്റെ പി ഡാഷും കിട്ടി, ഇവിടുത്തെ ക്യൂ ഡാഷും കിട്ടി. ഇതിൻ്റെ കോർഡിനേറ്റ്സും അറിയാം, ഇതിൻ്റെ കോർഡിനേറ്റ്സും അറിയാം. 2 കോർഡിനേറ്റ്സും അറിയെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡിസ്റ്റൻസ് സപ്പോസ് ഡി ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് യു പി കണ്ടു, യുവിൻ്റെ വാല്യൂ അതായത് 0, 0, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിന് 0 കൊടുക്കുക. യു പി മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ അതാണ് കോർഡിനേറ്റ്സ് തന്നിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ, യുവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു പി കിട്ടും. ഇറ്റ് ഈസ് 4j. ദെൻ പിൻ്റെ ഫൈനൽ കോർഡിനേറ്റ് ഇതുമായിട്ട് ആഡ് ചെയ്യുക. ഇനീഷ്യൽ കോർഡിനേറ്റ് ഈ കോർഡിനേറ്റ് പ്ലസ് യു ചെയ്യാം. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എക്സിനോട് യു എക്സ് കൂട്ടി, ഫസ്റ്റ് കോർഡിനേറ്റ് 0 കിട്ടി. വൈനോട് യു വൈ കൂട്ടി 4 കിട്ടി. സെഡിനോട് യു സെഡ് കൂട്ടി. അല്ലെങ്കിൽ നേരത്തെ മാതിരി ആർ പി ഡാഷ് ഈസ് ഈക്വൽ ടു ആർ പി പ്ലസ് യു പി. അപ്പോൾ വെക്ടർ കിട്ടും. അതിനകത്ത് കോർഡിനേറ്റ് ആക്കി എഴുതിയാലും മതി, രണ്ടും സെയിം. സോ പി ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. പി ഡാഷ് ഈസ് ഈക്വൽ ടു ഇത് പി ഡാഷ് ആണ്. പി ഡാഷ് എന്ന് പറഞ്ഞാൽ 0, 4, 1 കിട്ടും. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം. നിങ്ങൾക്ക് ബേസിക് +2 ഫിസിക്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. സിമിലർലി പോയിന്റ് ക്യൂവിൻ്റെ കാണുക. ക്യൂവിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂ ഡാഷിൻ്റെ ഇത് കാണാൻ പറ്റും. സോ ദിസ് ദ ഫൈനൽ എക്സ്പ്രഷൻ ക്യൂ ഡാഷ്. ഇനി പി ഡാഷും കിട്ടി, ക്യൂ ഡാഷും കിട്ടി. സോ പി ഡാഷ് ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. പി ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0, 4, 1 ആണ്. 0, 4, 1. ഇവിടെ സ്റ്റെപ്പ് ഫുൾ എഴുതിയിട്ടില്ല. നിങ്ങൾ നേരത്തെ ചെയ്ത മാതിരി പി ഡാഷ് കണ്ടുപിടിച്ച മാതിരി തന്നെ ഫസ്റ്റ് ക്യൂ ഡാഷും കണ്ടുപിടിക്കുക. ക്യൂ ഡാഷ് ആദ്യം യു ക്യൂ കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ യു ക്യൂ കണ്ടുപിടിക്കുക. ആ ഇക്വേഷനിൽ തന്നിട്ടുള്ള ഗിവൺ യുവിൻ്റെ എക്സ്പ്രഷനിൽ ക്യൂവിൻ്റെ കോർഡിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ക്യൂ കിട്ടും. ദെൻ അതിൽ ആർ ക്യൂവിൻ്റെ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്ത് ഇത് പ്ലസ് കോർഡിനേറ്റ് കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഡാഷിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ്ലി ഇവിടെ ആൻസർ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് കാണിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്താൽ മതി. സോ പി ഡാഷ് കിട്ടി. ദെൻ ക്യൂ ഡാഷ് എന്ന് പറഞ്ഞാൽ the coordinates of q dash is 6, 2 and 3 ആണ്. ഓക്കെ, ദെൻ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ്, റൂട്ട് ഓഫ് 6 മൈനസ് 0 അല്ലേ? സോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റൂട്ട് ഓഫ് 6 മൈനസ് 0 സ്ക്വയർ പ്ലസ്
2 minus 4 square, 2 minus 4 square plus 3 minus 1 square, 3 minus 1 square എന്ന് വരും. സോ 6 minus 0 6 ആണ്. ഇത് മൈനസ് 2 സ്ക്വയർ, മൈനസ് 2നെ സ്ക്വയർ ചെയ്താൽ പ്ലസ് 2 ആയിട്ട് മാറും. സോ 2 സ്ക്വയർ, ദെൻ 3 മൈനസ് 1 ഇസ് അഗെയിൻ 2 സ്ക്വയർ. സ്ക്വയർ റൂട്ട് എടുക്കുക, അതാണ് ഇവിടെ ഹാഫ് കാണിച്ചിട്ടുള്ളത്. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 2 root 11. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് ക്യൂ, ഈ ഒബ്ജക്റ്റിലെ ഡീഫോംഡ് ഒബ്ജക്റ്റിലെ പി ഡാഷും ക്യൂ ഡാഷും ഉണ്ടെങ്കിൽ ഡീഫോം ചെയ്ത പി ഡാഷ് ഇതാണ്, ക്യൂ ഡാഷ് ഇതാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 root 11 ആയിരിക്കും. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, കാണുമ്പോൾ ഈ വെക്ടർ കാണുമ്പോൾ ഐ ജെ കെ യു എക്സ് യു വൈ യു സെറ്റ് ഒക്കെ കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ പ്രോബ്ലം, ബേസിക് പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് MOS ആയിട്ട് കണക്ഷൻ ഒന്നുമില്ല ആക്ച്വലി ഈ പ്രോബ്ലത്തിന്. ഇത് പ്രോബ്ലം ചെയ്യാൻ നിങ്ങളെ +2 വെക്ടർ നോളജ് മതി. വെക്ടറിൻ്റെ ഐ ജെ കെ കമ്പോണൻസിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ അങ്ങനത്തെ പോർഷൻസിനെ പറ്റിയുള്ള നോളജ് ഉണ്ടായാൽ മതി. ഓക്കെ, സോ ഈ ഒരു വീഡിയോ തൽക്കാലം ഈ ക്ലാസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ദ അനദർ ടേം, ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നെക്സ്റ്റ് അത് നമുക്ക് നോക്കാം, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രേഡിയൻ്റ് മെട്രിക്സ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, താങ്ക് യു.